കുട്ടി പൈസയായിട്ട് ഇലയാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. വളരെ ദരിദ്രനായൊരു മനുഷ്യൻ, അദ്ദേഹം എന്തോ ഒരു ഫുട്പാത്തിൽ കച്ചവടം നടത്തുകയാണ്. ആ കുട്ടി ഒരു ഇല കൊടുക്കുമ്പോൾ തിരിച്ചാ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? സാധനം കൊടുക്കണം. അതൊരു പൈസയായി സ്വീകരിച്ച് കൊടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുട്ടികളോടുള്ള നമ്മുടെ ഒരു സമീപനം, അവരെ കാണേണ്ട ഒരു അവസ്ഥ, ആ കുട്ടിയുടെ ഒരു മനോനില, തിരിച്ച് അതിനോട് ഈ വ്യക്തി കാണിക്കുന്ന ഒരു പ്രതികരണം, അങ്ങനത്തെ ഒരുപാട് പാഠങ്ങൾ യഥാർത്ഥത്തിൽ ഇതിലുണ്ട് എന്നാണ് നമുക്ക് പറയാൻ തോന്നുന്നത്. കുട്ടിയുടെ ഒരു സിൻസിയറിറ്റി, ആ ഒരു ഇല അത് വളരെ സീരിയസ് ആയിട്ട് അവൾ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ തുച്ഛമായ വിഭവങ്ങളെ അദ്ദേഹത്തിന് മുമ്പിൽ കച്ചവടത്തിനുള്ളൂ. ആ തുച്ഛമായ വിഭവങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തി അവിടെ വേറൊന്നും ആലോചിക്കാതെ ആ കുട്ടിക്ക് അത് എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ചില ലൈഫ് എന്താ പറയുക ലെസൺസ് അതിലുണ്ട്, ജീവിത പാഠങ്ങൾ അതിലുണ്ട് എന്നാണ് നമ്മളിവിടെ പറയാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കുട്ടികളോട് ഉള്ള ഇടപെടലുകൾ, നമ്മളെ സ്വന്തം മക്കളോട്, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ നിരന്തരം കാണുന്ന കുട്ടികളോട്, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ടീച്ചറാണെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളോട്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പുനരാലോചനകൾ ആവശ്യമുണ്ട്. സ്വന്തം മക്കളോടുള്ള ഇടപെടൽ തൊട്ട് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഈ ഫോൺ കയ്യിൽ വരുന്നതോടുകൂടെ നമ്മളുടെ എല്ലാതരം ശ്രദ്ധകളും അതിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായ ഫീച്ചേഴ്സും അൽഗോരിതങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫോണിൽ. അപ്പോൾ വിലപ്പെട്ട സമയം, അത് നമ്മൾ വീട്ടിലുണ്ടാകുന്ന സമയവും മക്കളോടുകൂടെ അല്ല നമ്മൾ ഇടപെടുന്നത്. മാത്രമല്ല ഇനി ഇടപെടലുണ്ടെങ്കിൽ തന്നെ അത് മക്കളുടെ ലെവലിലല്ല. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ആ കുട്ടിയുടെ ലെവലിൽ ഇടപെട്ടതാണ്. ആ കുട്ടി അത് പൈസയായി പരിഗണിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? അത് പൈസയായി തന്നെ പരിഗണിച്ചു. അതാണ് കുട്ടിയുടെ ലെവലിൽ ഇടപെടുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ പൊതുവിടത്തിൽ നമ്മുടെ ചുറ്റും അയൽപക്കത്തൊക്കെ ഉള്ള കുട്ടികളെ വെറുതെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വീടിൻ്റെ മുന്നിൽ കുറേ കുട്ടികൾ കളിക്കും. നമ്മൾ തൊട്ടടുത്ത കുട്ടികളും അയൽവാസികളൊക്കെയാണ്. പക്ഷെ എല്ലാവരും പേരൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ ആലോചിച്ചൊരു കാര്യമാണ്, എല്ലാവരെയും പേരൊന്നും അറിയില്ല നമുക്ക്. നമ്മളെ മക്കളെ പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഒരു മലപ്പുറം ഭാഷ പറഞ്ഞൊരു പോങ്ങ കുട്ടികളുണ്ടാവും, കുറേ ആളുണ്ടാവും അവിടെ. പല പല കളികളായിരിക്കും, പല പല കാറ്റഗറിയിലുള്ള കുട്ടികളായിരിക്കും. പക്ഷെ ഞാൻ എല്ലാവരെയും നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ അവരോട് പറഞ്ഞ് സൈക്കിള് അവിടെ ഓടിക്കുന്നുണ്ടാവും. അപ്പം സൈക്കിളിന് ലൈസൻസ് എടുത്തിടണമെന്നൊക്കെ ചോദിക്കും. കുട്ടികൾക്ക് അത് ഭയങ്കര, അവരെ എൻഗേജ് ചെയ്യണം നമ്മൾ. പക്ഷേ എനിക്ക് വേണ്ടത് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകണം. അവരെ ഓരോരുത്തരോടും സംസാരിച്ച് ചോദിക്കാനൊക്കെ എനിക്ക് പറ്റണം. അപ്പോഴാണ് നല്ലൊരു ചുറ്റുപാട് രൂപപ്പെടുക, ഒരു അയൽപ്പക്കവും സംഗതിയൊക്കെ രൂപപ്പെടുമ്പോഴാണ്. ഇതേപോലെ ആസ് എ ടീച്ചർ, ഒരു ടീച്ചറാകുമ്പോൾ ആ ക്ലാസ്സിൽ പല ലെവലിലുള്ള കുട്ടികളുണ്ടാവും. MR തൊട്ട് IED വരെയുള്ള കുട്ടികളുണ്ടാവും. വീട്ടിൽ അത്ര തന്നെ അറ്റൻഷൻ കിട്ടാത്ത കുട്ടികളുണ്ടാവും, പ്രവാസിയുടെ മക്കളുണ്ടാവും, പ്ലസ് അഡിക്റ്റായ കുട്ടികളുണ്ടാവും, മൊബൈൽ അഡിക്റ്റായ കുട്ടികളുണ്ടാവും. ഇതൊക്കെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാനും വേർതിരിക്കാനും ഓരോ കുട്ടിക്കും കൊടുക്കേണ്ട പരിഗണന, പിന്നെ ഈ നിറം, ഭംഗി, ഇതൊക്കെ പൊതുവെ ക്ലാസ് റൂമിൽ ഒരു അറ്റൻഷൻ പോയിൻ്റായി വരാറുണ്ട്. നമ്മൾ പഠിച്ച കാലം വെച്ച് നോക്കുമ്പോൾ, നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇൻട്രോവർട്ടായ കുട്ടി പരിഗണിക്കപ്പെടാതെ പോകാറുണ്ട്. ഇൻട്രോവർട്ടായൊരു കുട്ടി പരിഗണനാ ലിസ്റ്റിലേക്ക് പൊതുവെ എന്ത് വരില്ല. അപ്പം ഇങ്ങനത്തെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ട്. അത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്ന് റൈസ് ചെയ്യുക എന്നുള്ള നിലക്കാണ് ഇത് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു വഴി എന്ന് പറയുന്നത്, നമ്മളതിന് കൃത്യമായ ഒരു സമയം നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളെ മക്കളോട് ഒന്ന് കൊഞ്ചാനും, അവരുടെ കൂടെ പല പ്രായത്തിലുള്ള മക്കൾക്ക് പല മൊഡ്യൂളാണ് വേണ്ടത്. നമ്മൾ ഇപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന മോൻ്റെ അടുത്ത് കുഞ്ഞാവേ എന്ന് വിളിച്ച് ചെന്നിട്ട് കാര്യമില്ല. എന്നാൽ ഇളയ കുട്ടീൻ്റെ അടുത്ത് അങ്ങനെ തന്നെ പോയാലേ കാര്യമുള്ളൂ. അപ്പോൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങി അവരുടെ കൂടെ ജീവിക്കാൻ ഒരുപാട് സമയമില്ലെങ്കിലും ഉള്ള സമയങ്ങളെ ഒരു ഗോൾഡൻ ടൈമാക്കി മാറ്റാൻ, ഒരു വാല്യൂ ടൈമാക്കി മാറ്റാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. മിമ്പറിൽ ഖുത്ബ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ കുട്ടിയുടെ ലെവലിലേക്ക് ഇറങ്ങി, അഥവാ കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു, അവരെ എടുത്തു, ആ കുട്ടികളെയും കൊണ്ട് മിമ്പറിലേക്ക് കയറി. നമസ്കരിക്കുന്ന പ്രവാചകൻ നമസ്കാരത്തിലായിരിക്കെ കുട്ടി പുറത്തു വന്ന് കയറിയപ്പോൾ പുറത്ത് കയറിയ കുട്ടിക്ക് വേണ്ടി പ്രവാചകൻ വെയിറ്റ് ചെയ്തു. ആളുകൾ മുഴുവൻ എന്തേ നബിൻ്റെ സുജൂദ് ഇത്ര ദീർഘമാകുന്നു എന്നുള്ളത് ചിന്തിച്ചു. ഒരാളിങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ പുറത്ത് കുഞ്ഞിനെയാണ് കാണുന്നത്. നിസ്കാരം കഴിഞ്ഞപ്പോൾ
നീണ്ട സുജൂദിൻ്റെ കാരണം ആളുകൾ അന്വേഷിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഇതാണോ കാരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നുമല്ല കാരണം, ഇർത്തഹലനി, അവരെൻ്റെ പുറത്ത് വണ്ടികളി കളിച്ചു എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പോൾ പക്ഷിയെ നന്നായി നോക്കി വളർത്തിയിരുന്നൊരു കുട്ടി പക്ഷിയെക്കുറിച്ച് അന്വേഷിച്ചു. ആ പക്ഷിക്കുഞ്ഞ് ചത്തുപോയപ്പോൾ അവിടെ ഒരു മനോഹരമായൊരു ഇടപെടലുണ്ട്. അപ്പം അങ്ങനെ ഒരു മൈക്രോ ലെവലിൽ ആ കുട്ടിയുടെ തലത്തിലേക്ക് ഇറങ്ങി ഇടപെടുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, കാണാൻ പറ്റുന്നു. നമ്മളെ നിലവാരത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഭയങ്കര എതിർപ്പുകളായിരിക്കും. അതും ചെയ്യാൻ പാടില്ല, ഇതും ചെയ്യാൻ പാടില്ല എന്നുള്ള അവസ്ഥയായിരിക്കും. അതുകൊണ്ടാണ് അനസ് റളിയല്ലാഹു അൻഹു ഒരു കുട്ടിയായിരിക്കെ പ്രവാചകൻ്റെ കൂടെ കൂടി അദ്ദേഹം പറയുന്നത്, ലിമ ഫഅൽത, ഇങ്ങനെ നീ എന്തിനത് ചെയ്തു, എന്തിന് നീ ഇത് ചെയ്തു എന്നൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചിന്തക്ക് ഇത് വഴിയൊരുക്കട്ടെ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴും പത്രങ്ങൾ വായിക്കുമ്പോഴും ഇനി വാർത്തകൾ കാണുമ്പോഴൊക്കെ അക്രമങ്ങളെക്കുറിച്ചും മർദ്ദനങ്ങളെക്കുറിച്ചും പരസ്പരം പാര വെച്ചതിനെക്കുറിച്ചും വിശ്വസിക്കാൻ പാടില്ലാത്തതിനെ പറ്റിയൊക്കെ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഇത്തരം ചില വീഡിയോകൾ, അത് ഒരുപക്ഷെ ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ വീഡിയോ ആണെങ്കിൽ പോലും കുട്ടിയുടെ നിഷ്കളങ്കത കാണിക്കുന്നു, ആ കടക്കാരൻ്റെ ഒരു കുട്ടിയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ ലോകത്ത് വീണ്ടും നന്മകൾ ഇപ്പോഴും ബാക്കിയാണ്. അങ്ങനെ നന്മകൾ നശിച്ചു പോയി എന്നൊന്നും നമ്മൾ പറയണ്ട. ഇപ്പോഴും ആളുകളിൽ നന്മയുണ്ട് എന്നൊരു തിരിച്ചറിവ് കൂടി ഇത്തരം വീഡിയോകൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായും.